ഹായ് ഓൾ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ശംഖുപുഷ്പം, അലവേര, നാരങ്ങ നീരും കൂടി ചേർത്തൊരു സോപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് കണ്ടോ, അതിനുവേണ്ടി ഞാൻ കുറച്ച് ശംഖുപുഷ്പം ഓൾറെഡി എടുത്ത് ഒരു 10-15 ശംഖുപുഷ്പം ഓൾറെഡി എടുത്ത് കുറച്ച് അലവേരയുടെ ഒരു പകുതി അലവേരയുടെയും കൂടെ ഒരു മുറിച്ചിട്ട് നമ്മൾ അതിനകത്ത് നന്നായിട്ട് ജെല്ല് മാത്രം എടുത്തിട്ടുള്ള ജെല്ലെടുത്ത് മിക്സിയിലിട്ട് ഓൾറെഡി അടിച്ചെടുത്തിട്ട് ഉള്ളതാണ്. ഇതിനെ നമ്മൾ അരച്ച പേസ്റ്റ് അല്ലേ, ഇങ്ങനെ തന്നെയാണ് നമ്മൾ അരച്ച പേസ്റ്റ് തന്നെയാണ് ഇടുന്നത്. ജ്യൂസ് എടുക്കുന്നില്ല ഇതിനകത്ത്. ജ്യൂസ് എടുക്കാതെ ഈ പേസ്റ്റൊക്കെ ഇടുമ്പോഴേ കുറച്ചും കൂടെ നല്ല ലുക്ക് അതിൻ്റെ ഒരു ഇതൊക്കെ കിടക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് കിട്ടുമല്ലോ. നമുക്ക് അങ്ങനെ ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു നല്ല ടെക്സ്ചറിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ അരച്ചത് തന്നെ ചേർക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ ഇഷ്ടപ്പെടുമല്ലോ, അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത പ്രോസസ്സിലോട്ട് പോവാം. ഞാനിപ്പോൾ ചെയ്യുന്നത് 200 ഗ്രാമേ ചെയ്യുന്നുള്ളൂ. 200 ഗ്രാമിൻ്റെ സോപ്പ് ബേസിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു 13 ml മതി പേസ്റ്റും ജ്യൂസും എല്ലാം കൂടെ. അപ്പോൾ നമുക്കത് ആദ്യം ആ പേസ്റ്റിനകത്തോട്ട് എടുക്കാം. ഇപ്പോൾ 10 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 10 ആയി. നമ്മളിനി അതിനകത്ത് ഗ്ലിസറിനും കുറച്ച് സാധനങ്ങളും കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൂടെ കാണിച്ചു തരാം. ഇനി നമ്മൾ എടുക്കുന്നത് ഈ സ്പൂണിന് ഒരു സ്പൂണ്, ഈ ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ റോസ് വാട്ടറും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ എടുക്കുക, അതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഒത്തിരി വലുതല്ല, അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്പൂണിനാണ് ഞാൻ എടുക്കുന്നത്. ഈ സ്പൂൺ ഭയങ്കര ചെറുതാണ്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഗ്ലിസറിനാണ്, വെജിറ്റബിൾ ഗ്ലിസറിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതും നമുക്ക് എല്ലാം കൂടെ അത്ര മതിയല്ലോ. അതുകൊണ്ട് ഓൾറെഡി നമ്മൾ ഗ്ലിസറിൻ ബേസ് ആണ് എടുത്തിരിക്കുന്നത്. എന്നാൽ പോലും കുറച്ച് ഗ്ലിസറിൻ നമ്മൾ ആഡ് ചെയ്യണം. അപ്പം അതും എടുത്തിട്ടുണ്ട്, വളരെ കുറച്ച് മതി. ഇനി നമുക്ക് വേണ്ട ഒരു വൈറ്റമിൻ ഇ മതി, കാരണം നമ്മൾ 200 ഗ്രാമല്ലേ ഉണ്ടാകുന്നത്. ഒരു വൈറ്റമിൻ ഇ മതി നമുക്ക്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് വൈറ്റമിൻ ഇയും കൂടെ ആഡ് ചെയ്യുവാണേ. ഒരു വൈറ്റമിൻ ഇയും കൂടെ ആഡ് ചെയ്തു. കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്നും കളയണ്ട കേട്ടോ, ഫുൾ ആഡ് ചെയ്യാം. ഈ ബാക്കി വരുന്നതൊക്കെ ഇങ്ങനെയൊക്കെ കയ്യിലൊക്കെ തേച്ചോ, ഗുണമുള്ള കാര്യമല്ലേ. നമ്മുടെ വൈറ്റമിൻ ഇ അല്ലേ, സ്കിന്നിന് എപ്പോഴും നല്ലതാണേ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ ഇതിൻ്റെ എമൗണ്ട് കുറച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്വീറ്റ് ആൽമണ്ട് ഓയിലോ ഒലീവ് ഓയിലോ നിങ്ങളുടെ കയ്യിൽ വെർജിൻ കോക്കനട്ട് ഓയിലോ എന്തുണ്ടെങ്കിലും ഒഴിക്കുക. അതെല്ലാം സ്കിന്നിന് നല്ലതാണ്. ഓക്കെ, അപ്പം എന്ത് ഉപയോഗിച്ചാലും നമ്മൾ ഈ മെഷർമെൻറ്റ് മാത്രം നിങ്ങൾ നോക്കുക. ഒത്തിരി കൂടി പോയാലോ, ഒത്തിരി കുറഞ്ഞു പോയ വലിയ ഇതിൽ ഒത്തിരി കൂടി പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒത്തിരി കുറഞ്ഞു പോയാലോ നമ്മുടെ സോപ്പിൻ്റെ ആ ഒരു ഭംഗിയും ടെക്സ്ചറും ഒക്കെ പോകും. അപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു ഇത്തിരി 2-3 തുള്ളിയും കൂടെ, 15 ml അല്ല എല്ലാം കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ 2-3 തുള്ളിയും കൂടെ നാരങ്ങയും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. ഈ 15 ml എന്നുള്ളത് 2 ml എന്നൊക്കെ കൂടിയാലൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും നമുക്കുണ്ടാവത്തില്ല. ഓക്കെ, കുറച്ച് നാരങ്ങ ബാക്കിയുണ്ട് കണ്ടോ, അത്രയും ഞാൻ ഇട്ടിട്ടുള്ളൂ അതിനകത്ത്. നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തപ്പം നാരങ്ങയും കൂടെ വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ആയത് കണ്ടോ. അപ്പം നല്ല ഒരു ഉജാല കളറൊക്കെ ഇല്ലേ, ആ ഒരു കളറിലോട്ടായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ക്രീം. നമ്മൾ ഈ ഉണ്ടാക്കിയ എല്ലാ പേസ്റ്റുകളെല്ലാം കൂടെ ഇപ്പം മിക്സായി, ഓയിലും എല്ലാം കൂടെ മിക്സ് ചെയ്തിപ്പോൾ ഒരു നല്ലൊരു ലാവൻഡർ കളറിലോട്ടാണ് വന്നിരിക്കുന്നത്. ക്യാമറ കൂടെ എങ്ങനെ കാണുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്കിനി ഇത് സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ആഡ് ചെയ്യാനുള്ളത്. അതിൻ്റെ സ്മെല്ല് നമ്മളിപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കത്തില്ല, കാരണം നമ്മളിത് സോപ്പ് ബേസിനകത്തൊരു ചൂടോടെയല്ലേ ഇടുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സ്മെല്ല് ഉപയോഗിക്കുന്നത്. സ്മെല്ല് നമ്മൾ അപ്പം തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ അതിൻ്റെ മണം ചിലപ്പോൾ ഇവാപ്പറേറ്റ് ഒക്കെ ആയി പോകാനുണ്ട്. നമ്മൾ വിചാരിക്കുന്ന മണം കിട്ടില്ല സോപ്പിന്. അപ്പോൾ അത് നമുക്ക് അന്നേരം ചെയ്താൽ മതി. ഇപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സോപ്പ് ബേസ് റെഡിയാക്കാനുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നോക്കി കാണാൻ പറ്റുന്നില്ല, ഞാൻ 200 ഗ്രാമാണ് സോപ്പ് ബേസ്. 201 ഉണ്ട്. ഇത്തിരി കൂടുതലൊന്നും ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിനി ഇതിൻ്റെ അടുത്ത പ്രോസസ്സ് എന്താണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട്. നമ്മൾ ഡബിൾ ബോയിലിന് വേണ്ടി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സോപ്പ് ബേസ് ഇല്ലേ, അത് ആഡ് വെച്ചേക്കുവാണേ. ഇനിയിപ്പോൾ ഇതൊക്കെ മെൽട്ട് ആകത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ അതിനകത്ത് സ്പൂൺ ഇട്ട് ഇളക്കേണ്ട കാര്യമില്ല, കാരണം എന്താ, അത് പതഞ്ഞു പോകും. അപ്പം നമ്മൾ ഇനി മെൽട്ടായി ഒന്നായി കഴിഞ്ഞ ശേഷം മാത്രം നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമുള്ളൂ. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സോപ്പ് ബേസ് എടുക്കുമ്പം എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള സോപ്പ് ബേസ് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പാരഫിൻ ഫ്രീയും
സൾഫേറ്റ് ഫ്രീ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ നോക്കി നല്ല റിവ്യൂസൊക്കെ നോക്കി ഓൺലൈനിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഓൺലൈൻ എവിടെ നിന്നും മേടിക്കാം. ഫ്ലിപ്കാർട്ടിലുണ്ട്, മീഷോയിലുണ്ട്, ആമസോണിലുണ്ട്. അപ്പോൾ നല്ല റിവ്യൂസൊക്കെ നോക്കി ഈ പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള സാധനമൊക്കെ നമ്മൾ നോക്കി വാങ്ങിക്കുക. ഓക്കെ, റിവ്യൂസ് ഉള്ളത് നോക്കി മേടിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കാം. ഒരു സോപ്പ് ബേസ് നല്ലതാണെങ്കിൽ നമുക്ക് അതിനകത്ത് നമ്മൾ ചേർക്കുന്ന മിക്സും കറക്റ്റാണെങ്കിൽ നമുക്ക് നല്ല സോപ്പ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ വീട്ടിലെ ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അമ്മമാരുണ്ട്, പിന്നെ എൻ്റെ പ്രായമുള്ളവർ കാണും, ഫ്രണ്ട്സ്, ഒത്തിരി ആൾക്കാരുണ്ടാവുമല്ലോ ജോലിയൊന്നും ചെയ്യാൻ, ഇപ്പോൾ വെളിയിലൊന്നും പോകാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റാതൊക്കെ ഇരിക്കുന്നവർക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്കൊന്ന് സമ്പാദിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ബിസിനസ്സാണ് ഈ സോപ്പിൻ്റെ. അപ്പോൾ നമ്മൾ പെതുക്കെ തുടങ്ങിയാൽ മതി. നമ്മൾ ആദ്യമായിട്ടൊക്കെ തുടങ്ങുമ്പം ആദ്യം ആൾക്കാരൊന്നും മേടിക്കത്തില്ലായിരിക്കും. പക്ഷെ നമ്മളിതൊന്ന് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നെയ്ബേഴ്സിനും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ അവർക്കൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ കുറച്ച് സാമ്പിൾ സോപ്പ് കൂടെ ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർക്കെല്ലാം ഇഷ്ടപ്പെടും. ഇപ്പം ഞാൻ തന്നെ ആണെങ്കിൽ പോലും ചെയ്ത് തുടങ്ങിയപ്പം നമ്മൾ റിലേറ്റീവ്സിനും നെയ്ബേഴ്സിനൊക്കെ കൊടുത്തു. അവർ നല്ല റിവ്യൂസ് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും നമുക്കും അത് ചെയ്തെടുക്കാൻ വേണ്ടി തോന്നിയത്. അപ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ സോപ്പിൻ്റെ പേര് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ ഒരു പ്രോഡക്റ്റിന് നമ്മുടെ സോപ്പിൻ്റെ പേര് നമ്മൾ ഡ്യൂ ഡ്രോപ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡ്യൂ ഡ്രോപ്സ് ഓർഗാനിക് സോപ്പ് എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ ഇതുപോലെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നാൽ അറിയാവുന്നതെല്ലാം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് വാട്സാപ്പിൽ നിങ്ങളുടെ യൂട്യൂബിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടതിന് ശേഷം ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്നെക്കൊണ്ട് അറിയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതുമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരം കൂടെ ആകുമല്ലോ എന്ന് കരുതിയാണ് നമ്മൾ ഈ ബിസിനസ്സിനെ നമ്മൾ യൂട്യൂബിനകത്തും കൂടെ ഈ സോപ്പ് ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നമുക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഒന്ന് എൻകറേജ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ചെയ്യാനും നിങ്ങൾക്ക് വീഡിയോസ് എടുത്ത് കാണിച്ചു തരാനും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇനി ഓരോ ഐറ്റംസും നമ്മൾ കാണിച്ചു തരാം. അപ്പം അതെല്ലാം കാണിക്കണമെങ്കിൽ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് സബ്സ്ക്രിപ്ഷനാണ്. നിങ്ങളെല്ലാവരും അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വ്യൂ ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത് നന്നായിട്ട് ഡബിൾ ബോയിലായി എല്ലാം മെൽറ്റായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ ആഡ് ചെയ്തിരുന്ന ആ സൊല്യൂഷൻ ഇല്ലേ, അതൊന്നും കൂടെ ആ ഒരു മിക്സ് നമ്മളിനകത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് നമ്മൾ മൊത്തമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് ചൂടാക്കണം. ഓക്കെ, ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെന്ന് വെച്ചാൽ ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടും ഈവനായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം അത് എല്ലായിടും ഒന്ന് ആയി വരണ്ടേ. അപ്പോൾ ഇപ്പോൾ തന്നെ കണ്ടോ, ഇതിനകത്ത് നല്ല രസമില്ല. ആ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ഗ്രെയിൻസ് ഒക്കെ കിടക്കുമ്പോൾ അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പം നമുക്ക് ഇപ്പോൾ കളറൊക്കെ ചേഞ്ചായി വരുന്നുണ്ട് സോപ്പിനകത്തോട്ട് വേണം. അപ്പം നമുക്കിനി ഇത് ഒന്ന് ചൂടായി എടുത്തതിന് ശേഷം, വളരെ പെട്ടെന്ന് തന്നെ ചൂടായതിന് ശേഷം നമുക്കിതിനെ എന്ത് ചെയ്യാം, നമുക്കിതിനെ മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ഇടാനുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഉണ്ട്. എന്താണുള്ളത്? സ്മെല്ലാണ്. അത് നമുക്കൊരു 20 ഗ്രാം അല്ലേ നമ്മൾ ഈ എടുത്തിരിക്കുന്നത്, 200 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 200 ഗ്രാമിന് നമുക്ക് വളരെ കുറച്ച് മണം, അത് ഡിപ്പെൻസ് ആണ്. നമ്മുടെയൊക്കെ ഇഷ്ടം പോലെയാണ് നമുക്ക് സ്മെല്ലിടേണ്ടത്. നിങ്ങൾക്ക് എന്തായാലും ഒരു 10 ml എന്തായാലും ഒഴിക്കാം, അല്ലെ 10 അല്ലെങ്കിൽ 5 to 10 ml നിങ്ങൾക്ക് മണം ഒഴിക്കാം. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ് അത് ഏത് മണം വേണമെങ്കിലും ഒഴിക്കാം. ഇപ്പം ഞാനിത് മാറ്റുവാണേ. ഇപ്പം ഞാനിത് മാറ്റി താഴോട്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ റൂം ടെമ്പറേച്ചറിലോട്ട് ആക്കാൻ വേണ്ടി നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടാണ് നമ്മൾ ഈ വെച്ചിരിക്കുന്നത്. ഗ്യാസ് സ്റ്റൗവിൽ നിന്നേ നമ്മുടെ ഇൻഡക്ഷനിൽ നിന്ന് നമ്മൾ മാറ്റിയെടുത്ത് ഇതൊക്കെ മിക്സ് ചെയ്ത് മാറ്റി. ഇനി നമുക്കിതിനെ ചന്ദ്രികയുടെ സ്മെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ചന്ദ്രികയുടെ സ്മെല്ല് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ സ്മെല്ലോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കയ്യിൽ ഞാൻ കുറേയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് സ്മെല്ലാണ് വേണ്ടെന്ന് നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി. നമ്മളത് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഇതിനകത്ത് ഇതിപ്പോൾ ഒഴിക്കുന്നത് സാൻഡലിൻ്റെ സ്മെല്ലാണ്. സാൻഡലിൻ്റെ സ്മെല്ലൊരു 10 ml ഞാൻ ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചു നമ്മൾ നന്നായിട്ട് ഒന്നും കൂടെ ഒത്തിരി പതയെടുക്കാതെ വരാതെ നമ്മളിതിനെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കുള്ള എന്താണ്, ഇനി നമുക്കിത് മോൾഡിലോട്ട് ഒഴിക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മളുടെ പരിപാടി. നമ്മളിതിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ മോൾഡെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മോൾഡിലോട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് 75 ഗ്രാമിൻ്റെ മോൾഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനകത്തോട്ട് നമുക്കിത് ഒഴിക്കണം. അപ്പോൾ ഇനി നമ്മൾ ഒഴിക്കുന്നത് കാണിക്കാമേ. ഇത് ഒഴിക്കുകയാണ്, ശ്രദ്ധിച്ചൊഴിക്കണം. ഒത്തിരി പതയൊന്നും ആവാതെ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട്, ആ മോൾഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കണം. അല്ലെങ്കിൽ നമുക്കത് കാണാനൊരു ഭംഗി കാണത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രാമും കിട്ടത്തില്ല, നമ്മൾ കൊടുക്കുന്നതല്ലേ വെളിയിൽ. അപ്പോൾ 75 ഗ്രാം എന്ന് പറയുമ്പോൾ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് നിറച്ച് തന്നെ ഒഴിക്കണം. നോക്കി, നല്ല കളറല്ലേ, വേറെ ഒന്നും മിക്സ് ചെയ്തിട്ടില്ല. നാച്ചുറൽ ആയിട്ടുള്ള ശംഖുപുഷ്പവും അലോവേരയും
പിന്നെ നമ്മൾ ലെമൺ ജ്യൂസും മാത്രമാണോ അതിനകത്ത് വെളിയിൽ നിന്ന് നമ്മൾ നല്ല ഓർഗാനിക് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തത് വൈറ്റമിൻ, എല്ലാവർക്കും അറിയാവുന്ന പോലെ വൈറ്റമിനാണ് നമ്മൾ പിന്നെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് എയർ ബബിൾസ് മാറ്റണം. ഞാൻ ഇതിൻ്റെ എയർ ബബിൾസിനെ ഒന്ന് മാറ്റി കൊടുക്കുവാണേ. കാരണം കുഴപ്പമൊന്നുമില്ല മാറ്റിയില്ലെങ്കിലും, എന്നാലും നമ്മൾ വൃത്തിയായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആ എയർ ബബിൾസിനെയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുവാണെങ്കിൽ കസ്റ്റമറിന് കുറച്ചും കൂടെ നമ്മുടെ ഐറ്റം ഇഷ്ടപ്പെടും. നമ്മളെപ്പോഴും നീറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ എപ്പോഴും ഓർത്തിരിക്കണം, നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ കൈ എപ്പോഴും ക്ലീൻ ആയിരിക്കണം. കാരണം വൈറ്റമിൻ ഇ ഒക്കെ നമ്മൾ ബോട്ടിലല്ലല്ലോ യൂസ് ചെയ്യുന്നത്. ബോട്ടിലിനൊക്കെ ഇത്തിരി കൂടെ വിലയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന കാര്യം എന്താണ്, നമുക്ക് ക്യാപ്സ്യൂളാണ്. അപ്പോൾ നമ്മൾ കൈ കൊണ്ടൊക്കെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കൈ നല്ലതായിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 hours ആണ് സെറ്റിംഗ് ടൈം. ഇത് 3 hours കഴിഞ്ഞ് നമ്മുടെ സോപ്പ് എങ്ങനെ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം. ഇപ്പം നോക്കിക്കോ, ഇപ്പം നമ്മുടെ സോപ്പ് 3 hours സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ മോൾഡിൽ നിന്ന് ഇളക്കുന്ന വീഡിയോ എൻ്റെ സ്കിപ്പായിപ്പോയി. അതിനുശേഷം ഇളക്കിയതിന് ശേഷമുള്ള നമ്മുടെ സോപ്പിൻ്റെ അപ്പിയറൻസ് ആണ് ഇത്. നോക്കി, നല്ല അടിപൊളി സോപ്പല്ലേ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാനും എല്ലാം പറ്റും. നമ്മളിങ്ങനെ കറക്റ്റ് മെഷർമെൻറ്റിൽ ഒരു സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാം, നമുക്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നിങ്ങൾക്ക് വെളിയിൽ ഇതിനെ നമുക്ക് സെയിൽ ചെയ്യണമെങ്കിൽ പോലും അതിന് ചെറിയ ചെറിയ ലൈസൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വഴി ഓരോ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ ലൈസൻസ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് വെളിയിൽ കൊടുക്കാനാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അത്യാവശ്യം നമ്മുടെ ഫ്രണ്ട്സിനും പിന്നെ നമ്മുടെ നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാൻ ഇതൊക്കെ തന്നെ മതി. അപ്പോൾ നമുക്കിങ്ങനെ നീറ്റായിട്ട് അപ്പിയറായിട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ വീട്ടിലിരുന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു നല്ലൊരു മാർഗ്ഗമാണ് ഈ സോപ്പ് മേക്കിംഗ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോ ഇതാണ് നമ്മുടെ സോപ്പ്, കണ്ടില്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.